ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. നമ്മളുടെ തിരുവോണ സദ്യന്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അടുത്തുള്ള വീടുകളിൽ കൊടുക്കാനായിട്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. പെരുന്നാളായാലും ക്രിസ്മസ് ആയാലൊക്കെ അതിന്റെ പങ്ക് അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമുക്കായിട്ട് കൊണ്ടുതരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു പങ്ക് നമ്മളും തിരിച്ചെത്തിക്കാറുണ്ട്. ഓണോ ക്രിസ്മസോ പെരുന്നാളോ അങ്ങനെ എന്ത് വിശേഷമായാലും നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ ആഘോഷിക്കാറുണ്ടെങ്കിലും ഓരോരുത്തരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഓരോ രീതിയും ഓരോ ടേസ്റ്റും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പരസ്പരം കൈമാറുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം സമാധാനം അല്ലേ. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സദ്യയിലെ എല്ലാ ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അയൽ വീട്ടുകാർക്കും വേണ്ടി കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് കുറഞ്ഞാലും അളവ് കൂടുതലായിരിക്കും. ഇപ്പൊ പിന്നെ കുറച്ചധികം വർഷമായിട്ട് സദ്യ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ. കൂടുതൽ പേരും ഓർഡർ ചെയ്യലായി. നമ്മളുടെ അയൽപ്പക്കത്ത് നമ്മൾ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന ഒരു വീട്ടിലും ഈ ഓണ ദിവസം ഭക്ഷണം വേണ്ടാന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം അവരും കുറച്ച് വർഷമായിട്ട് തിരുവോണ ദിവസം സദ്യ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഓണമല്ലേ, അപ്പൊ നമ്മുടെ ഒരു സമാധാനത്തിന് പായസം മാത്രമായിട്ട് പാക്ക് ചെയ്തെടുത്ത് സാമ്പാറും അവിയലും കൂട്ടുകറിയും ഒക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഓരോരുത്തരുണ്ടാക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുണ്ടാക്കുന്ന ഫുഡിനും ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരുപാട് സന്തോഷത്തോടെ അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങിക്കലും ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ, അയൽപ്പക്കാർ എങ്ങനെയൊക്കെയാണോ? പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.